ഇവരെങ്ങനെയാണ് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അത് ഗംഭീരമായിട്ട് ആനയെ കൊണ്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ശ്രീകാന്ത് വെട്ടിയാർ, പുള്ളിയുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ തീർച്ചയായിട്ടും പുള്ളി എങ്ങും പോയിട്ടില്ലല്ലോ. പുള്ളി വളരെ ലൈവായിട്ട് തന്നെ നിൽക്കുന്ന മനുഷ്യനാണ്. പുള്ളി ഈ പടത്തിൻ്റെ USP പുള്ളിയാണ്. ഷൈൻ ടോം വന്ന് ആ ഒരു സെക്കൻഡ് ഹാഫിൽ പുള്ളി ഒരു പെർഫോമൻസ് ഉണ്ട്. പുള്ളി വന്ന് കോളേജിലോട്ട് വരുന്ന ഒരു സമയം, അങ്ങനെ ഒരു സംഭവമാണ്. അത് ഗംഭീരമായിട്ടുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ് പുള്ളിയുടെ പെർഫോമൻസ്. വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിൽ പ്രത്യേകതയൊന്നുമില്ല. ഫാമിലിയായിട്ടൊക്കെ കാണാവുന്നതാണ്. മൊത്തം കോളേജ് ക്യാമ്പസാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും പിള്ളേരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുതിയ പിള്ളേരൊക്കെ കൊള്ളാൻ കുഴപ്പം നന്നായിട്ട്. ഇനിയിപ്പോൾ ഈ പടത്തിൻ്റെ സംഭവം അറിയണമെങ്കിൽ ഇനിയും ക്രൗഡ് കൂടാനാണ് സാധ്യത. Shine Tom was really good, great with his performance, and also it has a message of how drug consumption has become a problem these days, and it also has a message. So overall, it's action, comedy, it's a must watch. I suggest everybody to watch it. ഇത് ആക്ച്വലി 2017 വർഗീസ് കപ്പയാണ് ഡയറക്ടർ എഴുതിയ സ്ക്രിപ്റ്റാണ്. അന്ന് ഇതിന് വലിയ ചർച്ച നമ്മുടെ ക്യാമ്പസുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഹോൾഡ് ചെയ്ത് വെച്ചത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ക്യാമ്പസുകളെല്ലാം ഇപ്പം